നമസ്തേ. മധുരം രാമായണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാമന് ശേഷം ധർമ്മത്തിൻ്റെയും ആദർശത്തിൻ്റെയും പ്രതീകമായി കണ്ടത് ഭരതനെയാണ്. കേകയ രാജ്യത്തു നിന്നും തിരിച്ചു വന്ന ഭരതൻ തൻ്റെ പിതാവിൻ്റെ മരണവാർത്തയോടൊപ്പം രാമൻ വനവാസത്തിന് യാത്രയായ വിവരവും കാരണവും അറിയുന്നുണ്ട്. ഇതിൽ ക്ഷുഭിതനായ ഭരതൻ അമ്മയായ കൈകേയിയോട് ക്ഷോഭിക്കുകയും ചെയ്യുന്നു. അയോധ്യയിലേക്ക് ചക്രവർത്തിയായി മടങ്ങാൻ ഭരതൻ രാമനോട് കേണപേക്ഷിച്ചു. എന്നാൽ അത്തരമൊരു പ്രവൃത്തി അനീതിയാകുമെന്നതിനാൽ രാമൻ അത് സ്നേഹത്തോടെ നിരസിച്ചു. ഭരതൻ എത്രയൊക്കെ അപേക്ഷിച്ചിട്ടും രാമൻ ദശരഥന് നൽകിയ വാക്കിൽ നിന്നും പിന്മാറാൻ തയ്യാറായില്ല. ഡോക്ടർ ലക്ഷ്മിദാസിൻ്റെ ഇന്നത്തെ പാരായണത്തിലേക്ക്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. നാളെ പുലർകാലേ പോകുന്നതുണ്ടു ഞാൻ, നാളിക നേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനത്തേർ കാലാൾ കുതിരപ്പടയോടും ആനകശംഖ പടഹവാദ്യത്തോടും സോദര ഭൂസുര താപസ സാമന്ത മേദിനീ പാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേയിയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഭസിതവുമാലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജടപൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. യുദ്ധം ഭരതൻ പറഞ്ഞതു കേട്ടവർ എത്രയും നന്നു നന്നെന്നു ചൊല്ലിടിനാർ. ചിത്തേ നിനക്കിതു തോന്നിയതദ്ഭുതം, ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. ചിത്തേ നിനക്കിതു തോന്നിയതദ്ഭുതം, ഉത്തമന്മാരിൽ അത്യുത്തമനല്ലോ നീ. ഭരതന്റെ പ്രതിജ്ഞയും വനയാത്രയ്ക്ക് പുറപ്പെടുന്ന ശ്രീരാമനെ രാജാവായി തിരിച്ചു കൊണ്ടുവരണം എന്ന നാടിൻ്റെ ഇച്ഛയും സഹോദര സന്ദേശവും ത്യാഗധനനായ ഭരതന്റെ സാഹോദര്യ സ്നേഹവും സ്വാമി ചിദാനന്ദപുരി വിശദീകരിക്കുന്നു. ഓം ഗുരുർബ്രഹ്മാ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാളെ പുലർകാലെ പോകുന്നതുണ്ടു ഞാൻ,
നാളീകനേത്രനെ കൊണ്ടിങ്ങു പോരുവാൻ. ഞാനും ഭവാനും അരുന്ധതി ദേവിയും നാനാപുരവാസികളും അമാത്യരും ആനതേർ കാലാൾ കുതിരപ്പടയോടും ആനകശംഖ പടഹവാദ്യത്തോടും സോദരഭൂസുര താപസ സാമന്തമേദിനീ പാലക വൈശ്യശൂദ്രാദിയും സാദരമാശു കൈകേയിയൊഴിഞ്ഞുള്ള മാതൃജനങ്ങളുമായിട്ടു പോകണം. രാമനിങ്ങാഗമിച്ചിടുവോളം ഞങ്ങൾ ഭൂമിയിൽ തന്നെ ശയിക്കുന്നതേയുള്ളൂ. മൂലഫലങ്ങൾ ഭുജിച്ചു ഭസിതവും ആലേപനം ചെയ്തു വൽക്കലവും പൂണ്ടു താപസവേഷം ധരിച്ചു ജടപൂണ്ടു താപം കലർന്നു വസിക്കുന്നതേയുള്ളൂ. ഭരതൻ്റെ പ്രതിജ്ഞയാണിത്. ഗുരുനാഥനായ കുലാചാര്യനായ വസിഷ്ഠ മഹർഷിയുടെ മുമ്പിലാണ് ഈ വാക്കുകൾ ഭരതൻ പറയുന്നത്. നാളെ പുലർകാലെ വനത്തിലേക്ക് പുറപ്പെടുകയാണ്. അങ്ങും അരുന്ധതി ദേവിയും മറ്റു പുരവാസികളും സഹോദരന്മാരും സാമന്ത രാജാക്കന്മാരും എല്ലാം ചേർന്ന് നാട്ടിലെ സകല ജനങ്ങളും ഒരു ഭേദവുമില്ലാതെ നാളെ തന്നെ വനത്തിലേക്ക് പുറപ്പെടുകയാണ്. ശ്രീരാമനെ വനവാസത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് നാട്ടിലേക്ക് എത്തിച്ചേ മതിയാവും. രാജാവായ അഭിഷേകം ചെയ്തേ മതിയാവും. ഇതാണ് ഭരതൻ്റെ നിശ്ചയം. അവിടെ ഭരതൻ പറയുന്ന കൂട്ടത്തിൽ കിളിപ്പാട്ടിൽ കൈകേയി ഒഴിച്ചുള്ള എല്ലാ അമ്മമാരും എന്ന് പറയുന്നുണ്ട്. എന്നാൽ കൈകേയിയും പോയിട്ടുണ്ട് കൂടെ. വനത്തിലേക്ക് കൈകേയിയും യാത്രയായിട്ടുണ്ട്. അത് രാമായണത്തിൽ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട്. വാൽമീകീയ രാമായണത്തിൽ ഇങ്ങനെ കൈകേയി ഒഴിച്ചുള്ള മാതാക്കളെന്ന് പറയുന്നില്ല. എന്നാൽ കിളിപ്പാട്ടിൽ അങ്ങനെ കാണുന്നു നമ്മൾ. ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ളത് മാതൃദത്തമായി തനിക്ക് രാജ്യം സിദ്ധിച്ചിരിക്കുകയാണ്. മാതൃദത്തമായി എന്ന് പറഞ്ഞാൽ പോരാ. കാരണം നാടിൻ്റെ വ്യവസ്ഥയനുസരിച്ച് മാതൃദത്തമായി മാത്രം രാജ്യം ലഭിക്കില്ല. മഹാരാജാവ് ദശരഥൻ കൈകേയി മാതാവിന് കൊടുത്ത വാക്യത്തിനനുസൃതമായി തനിക്ക് രാജ്യം ലഭിച്ചിരിക്കുകയാണ് എന്ന് മാത്രമല്ല, രാജ്യത്തിൻ്റെ സുരക്ഷ മാനിച്ച് രാജാവില്ലാത്ത രാജ്യം അരാജകമായി തീരും. അങ്ങനെ ഒരിക്കലും സംഭവിക്കരുത്. അരാജകമായി തീർന്നാൽ ഇന്നിന്ന ദോഷങ്ങൾ വരുമെന്ന് എണ്ണി എണ്ണി പറഞ്ഞ് ഭരതനോട് രാജാവാകാൻ ആവശ്യപ്പെട്ട് അഭിഷേകം ചെയ്യാൻ തയ്യാറായിരിക്കുകയാണ് വസിഷ്ഠനും മറ്റ് ആചാര്യന്മാരും. അപ്പോൾ ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ഒരു മഹാരാജ്യത്തിൻ്റെ മഹാരാജാവെന്ന പദവി ഭരതൻ്റെ കാൽക്കീഴിലാണ്. അച്ഛനാൽ നൽകപ്പെട്ടു, അമ്മയാൽ നൽകപ്പെട്ടു, ആചാര്യനാൽ അനുവദിക്കപ്പെട്ടു. എന്നാൽ അത് ധർമ്മവിരുദ്ധമാണെന്നറിയാം ഭരതന്. എന്ന് മാത്രമല്ല, സഹോദര സ്നേഹം, ആ സഹോദര സ്നേഹത്തിൻ്റെ മൂർത്തിയായി അത്യത്ഭുതകരമായ ആ ഭ്രാതൃഭക്തി എടുത്തു കാണിച്ചുകൊണ്ടാണ് ഭരതൻ്റെ ഓരോ പ്രവൃത്തിയും വാക്കുകളും. 14 വർഷം കാട്ടിൽ വസിക്കാൻ വിധിക്കപ്പെട്ട രാമൻ ഇനി തിരിച്ചു വരില്ല. വന്നാൽ തന്നെ ഒരിക്കലും രാജ്യാധികാരമുണ്ടാവില്ല.
കാരണം 12 വർഷത്തിലധികം കാലം ഭരതൻ ഭരിച്ചാൽ പിന്നെ രാമന് ചോദിക്കാൻ അർഹതയില്ല. ഇതെല്ലാം അറിയാം. എന്നിട്ടും മഹാരാജ്യം പ്രാപ്തമായിട്ടും ആ സഹോദരൻ്റെ മനസ്സ് നോക്കൂ. ഇതല്ലേ നമ്മൾ ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കേണ്ടത്? രാമനെ തിരികെ കൊണ്ടുവന്ന് അഭിഷേകം ചെയ്യാൻ വേണ്ടി താനിതാ പുറപ്പെടുകയാണ് എന്ന് പ്രതിജ്ഞ ചെയ്യുകയാണ്. അത് താൻ ഒറ്റയ്ക്കല്ല, വ്യക്തിപരമായി തനിക്ക് ഒറ്റയ്ക്ക് പോയാൽ മതി. എന്നാൽ മഹാരാജാവായ അഭിഷേകം ചെയ്ത രാമനെയാണ് തിരിച്ചു കൊണ്ടുവരേണ്ടത്. അതുകൊണ്ടാണ് സൈന്യസമേതം പോകുന്നത്. മാത്രമല്ല, രാമൻ രാജാവാകണമെന്നുള്ളത് തൻ്റെ മാത്രം ഇച്ഛയല്ല, നാടിൻ്റെ മൊത്തം ഇച്ഛയാണെന്ന് കാണിക്കണം. അതിനു വേണ്ടിയാണ് എല്ലാവരെയും കൂട്ടി ആ മഹാനുഭാവൻ യാത്ര പുറപ്പെടാൻ തീരുമാനിക്കുന്നത്. ഒന്ന് നോക്കൂ, ഒരു മഹാരാജ്യത്തിൻ്റെ മുഴുവൻ ആധിപത്യം എല്ലാ പ്രകാരത്തിലും വന്നു ചേർന്നിട്ടും അത് മുഴുവൻ പുല്ലുപോലെ കളയാൻ തയ്യാറായി. സ്വയം ത്യാഗമനുഭവിച്ച് ജ്യേഷ്ഠനരികിലേക്ക് പോകാനൊരുങ്ങുന്ന സഹോദരൻ, ആ സഹോദരൻ്റെ സന്ദേശമല്ലേ നമ്മൾ ഇന്ന് സമൂഹത്തിൽ പ്രചരിപ്പിക്കേണ്ടത്? അല്പങ്ങളായിരിക്കുന്ന സമ്പത്തിന് വേണ്ടി, അല്പങ്ങളായിരിക്കുന്ന ധനത്തിന് വേണ്ടി സഹോദരങ്ങൾ പരസ്പരം പൊരുതുന്ന കാലഘട്ടം. അതെ, എന്തെങ്കിലും അത്യല്പങ്ങളായ ഭൗതിക സമ്പത്തിന് വേണ്ടി എല്ലാ ബാന്ധവവും മറന്ന് നമ്മൾ കലഹിക്കുന്ന കാലഘട്ടം. മാനുഷികങ്ങളായ എല്ലാ അതിർവരമ്പുകളെയും കടന്ന് പ്രവർത്തിക്കുന്ന കാലഘട്ടം. അതുകൊണ്ട് തന്നെ അസ്വസ്ഥഭരിതമാണ് സമൂഹം. ഈ അസ്വസ്ഥഭരിതമായ സമൂഹത്തിൽ പ്രശ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കാതെ പ്രശ്നപരിഹാരത്തിനുള്ള മാർഗം എന്താണ്? ഏതൊരു മാതൃകയാണ് നമ്മുടെ മുമ്പിൽ പൂർവികന്മാർ അവതരിപ്പിച്ചിട്ടുള്ളത്? ഇതാണ് നമ്മൾ അറിയേണ്ടത്, അറിയിക്കേണ്ടത്. ത്യാഗധനന്മാരിൽ അഗ്രിമനായ ഭരതൻ്റെ വാക്യങ്ങൾ. മാത്രമല്ല, ഭരതൻ പറയുകയാണ്, രാമൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നത് വരെ ഞങ്ങളും ഭൂമിയിൽ തന്നെ ശയിക്കുകയേ ഉള്ളൂ, ഫലമൂലങ്ങൾ ഭക്ഷിക്കുകയേ ഉള്ളൂ, ജഡധരിച്ച് ഞങ്ങളും കഴിയും. എന്ന് വെച്ചാൽ അർത്ഥം, തങ്ങളുടെ ജ്യേഷ്ഠ സഹോദരൻ ഏതൊരു വൃത്തിയെയാണോ വനത്തിൽ ആചരിക്കുന്നത്, അതേ വനവൃത്തിയെ ഞങ്ങൾ നാട്ടിൽ ചെയ്യും. ഇത് അത്ഭുതകരമായ സാഹോദര്യത്തിൻ്റെ ഉദാത്തമായ മാതൃകയാണ്. ഈ ഒരു മാതൃകയാണ് നമ്മൾ സമൂഹത്തിൽ അവതരിപ്പിക്കേണ്ടത്. കൊച്ചു നാളിൽ നമ്മുടെ കുട്ടികളുടെ ഹൃദയത്തിൽ ഈ ഒരു മാതൃകയാണ് പ്രതിഷ്ഠിതമാകേണ്ടത്. ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യം. ആ സാഹോദര്യം വറ്റി വരണ്ടിട്ടൊന്നുമില്ല, നഷ്ടപ്പെട്ടിട്ടില്ല, ക്ഷീണിച്ചിട്ടുണ്ട്, ശരിയാണ്, നശിച്ചിട്ടില്ല. അതിനെ നമുക്ക് പുനരുജ്ജീവിപ്പിക്കാൻ സാധിക്കും. ഇത്തരം മാതൃകകൾ കൊച്ചുനാളിലേ മക്കൾക്ക് നൽകാൻ നമുക്ക് സാധിക്കട്ടെ. അതിനായിക്കൊണ്ടാവട്ടെ ഈ രാമായണ മാസാചരണ കാലത്ത് നമ്മുടെ പരിശ്രമം. പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കട്ടെ. നമസ്കാരം. പുണ്യപുരാതനമായ ഈ ക്ഷേത്രത്തെ നമുക്ക് പ്രദക്ഷിണം ചെയ്തു വരാം. എറണാകുളത്തെ നാലമ്പല ദർശനത്തിൽ മൂന്നാമത് ക്ഷേത്രമായ മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്ര വിശേഷങ്ങളിലേക്കാണ്.
ദർശനപാതയിലെ രണ്ടാമത് ക്ഷേത്രമായ ശ്രീ ഭരതസ്വാമി ക്ഷേത്രത്തിൽ നിന്നും 12 കിലോമീറ്റർ ദൂരെയാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിന്. എറണാകുളം ജില്ലയിലെ 3 ക്ഷേത്രങ്ങളും എറണാകുളം കോട്ടയം അതിർത്തിയിൽ കോട്ടയം ജില്ലയിലെ വൈക്കം താലൂക്കിൽ ഉൾപ്പെടുന്ന മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രവും ചേർത്തുകൊണ്ടുള്ള നാലമ്പല ദർശനത്തിൽ മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രം മാത്രമാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ളത്. വിഗ്രഹത്തിന് പകരം തിടമ്പാണ് ക്ഷേത്ര ശ്രീകോവിലിൽ ആരാധിക്കുന്നത്. ഐതിഹ്യപരിമയിൽ ഏറെ പറയാനുണ്ട് ഈ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തെപ്പറ്റി. കേരളത്തിലെ മിക്ക ലക്ഷ്മണ ക്ഷേത്രങ്ങളിലും ശ്രീകോവിലുള്ള അഷ്ടബന്ധ സമ്പ്രദായത്തിലാണ്. അതിനാൽ തന്നെ ഇവിടെ തിടമ്പ് വളരെയധികം ആരാധനാ സവിശേഷമാണ്. മറ്റുള്ള സ്ഥലത്തുള്ള പോലെ മറ്റേ അഷ്ടബന്ധ കലശം ഒന്നുമില്ലാതെ ആണ് ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. മെയിനായിട്ട് 5 പൂജയാണുള്ളത്. രാവിലെ ഉഷപ്പൂജ. സാധാരണ എല്ലാ അമ്പലങ്ങളിലും ഉഷപ്പൂജയായിട്ട് പതിവില്ല, നേദ്യം കാണാറുള്ളൂ. ഇവിടെ പൂജയായിട്ട് തന്നെയുണ്ട്. അത് കഴിഞ്ഞ് എതിർത്ത പൂജ, ശിവേലി, പന്തീരടി വിശേഷാലായിട്ട് എല്ലാ വാദ്യവിഭവങ്ങളോട് കൂടിയിട്ട് വിശേഷാൽ പന്തീരടി, ഉച്ചപ്പൂജ, പിന്നെ വൈകിട്ട് അത്താഴപ്പൂജ, ശിവേലി, ഉച്ചപ്പൂജ, ശിവേലിയുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സാധാരണ പതിവ്. പിന്നെ വിശേഷമായിട്ട് ഈ എല്ലാ മാസവും രോഹിണി വിശേഷാൽ വാരം ആയിട്ടാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെല്ലാ മാസമുള്ളതാണ് രോഹിണി വാരം മാസവിശേഷമായിട്ട്. പിന്നെ ആട്ടവിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മേടമാസത്തിൽ രോഹിണി ഉണ്ട്. ഇവിടുത്തെ ഉത്സവം ആണ്. രോഹിണി ആറാട്ടാണ്. 8 ദിവസത്തെ ഉത്സവമാണ്. പിന്നെ കൂടാതെ ബാക്കി ഒരു ക്ഷേത്രങ്ങളിലും ഇല്ലാതെ വിഷ്ണു ക്ഷേത്രങ്ങളിലൊന്നും ഇല്ലാത്തൊരു പ്രത്യേകത ഇവിടെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകരമാസം മകരമാസത്തിൽ 1-ാം തീയതി കാവടി. സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ഒരു സ്ഥലത്തും കാണാറില്ല. ശിവക്ഷേത്രങ്ങളിൽ ശൈവമായിട്ടുള്ള ക്ഷേത്രങ്ങളിൽ മാത്രമേ കാണാറുള്ളൂ. ഇവിടെ വൈഷ്ണവ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഇവിടെ മാത്രമേ അത് ഉണ്ടാവാൻ ഉള്ളതായിട്ട് അറിവുള്ളൂ. വേറെ എവിടെ ഉള്ളതായിട്ട് എനിക്കറിവില്ല. ഏതായാലും ഈ വൈഷ്ണവ ക്ഷേത്രത്തിൽ കാവടി ആട്ടം ഇവിടെ പ്രധാനമായിട്ട് ഇങ്ങനെ ഉണ്ട്. ശത്രുപീഡ ജഗത്രയത്തിനമർത്തു കാത്തരുളും വിഭോ. ശത്രുപീഡ ജഗത്രയത്തിനമർത്തു കാത്തരുളും വിഭോ. ശരണമിഹ മമ വരദവ ശരണങ്ങളെ നമോസ്തുതേ. ശരണമിഹ മമ വരദവ ശരണങ്ങളെ
നമോസ്തുതേ രാമ രാമ രമാപതേ ഹരണീപതേ കരുണാനിധേ രജനിചര കുലവിപിനരവ ദഹനായ ദേവ നമോസ്തുതേ രാമ രാമ രമാപതേ നരണീപതേ കരുണാനിധേ. ശ്രീരാമന്റെ സന്തത സഹചാരി സൗമിത്രി തിരുമൂഴിക്കുളത്ത് നിന്ന് ശിവേലി ബിംബത്തിലെഴുന്നള്ളി ശ്രീലകം പൂണ്ട തീർത്ഥസ്ഥാനമായാണ് ഇവിടം കണക്കാക്കപ്പെടുന്നത്. ലക്ഷ്മണ പെരുമാളിന്റെ ശിവേലി ബിംബം ഉപാസകനായിരുന്ന കരിമലക്കോട്ട് മൂസദിന്റെ ഗ്രഹത്തിലാണ് അന്ന് ഇറക്കി എഴുന്നള്ളിച്ചത്. മൂസദിന്റെ ഗ്രഹം ക്ഷേത്രത്തിലെ ഇന്നത്തെ കൊട്ടാരമാണ്. ചാലക്കുടി പുഴയോരത്ത് പാറക്കടവ് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന മൂഴിക്കുളം ക്ഷേത്രം പറവൂർ നാട്ടുരാജ്യത്തിൻ്റെ അധീനതയിലായിരുന്നു. പറവൂർ നാട്ടുരാജ്യത്തിലെ രാജാവും ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളന്മാരുമായിരുന്ന പാഴൂർ ഇല്ലക്കാരും തമ്മിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാവുകയും അവർ തമ്മിൽ അകൽച്ചയുണ്ടാവുകയും ചെയ്തു. അതിന് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ആഢ്യനായ നമ്പൂതിരിയും ആസീനായ രാജാവും തമ്മിലുള്ള അകൽച്ചയായിരുന്നു കാരണം. അവർക്കവിടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായി. ആ സമയത്ത് ഭഗവാനെ ഉപേക്ഷിച്ച് അവർക്ക് പോരാനും കഴിയുമായിരുന്നില്ല. ഈ കാലയളവിൽ സ്ഥിരമായി അവിടെ ദർശനത്തിന്, അതായത് മാസം തൊഴാൻ പോകുക എന്നൊരു ചടങ്ങുണ്ട്. ഒരു മാസത്തിലെ അവസാന ദിവസവും അടുത്ത മാസത്തെ ആദ്യത്തെ ദിവസവും തൊഴുതാൽ ഒരു മാസം പൂർണ്ണമായും തൊഴുത അനുഭവമാണ്. അങ്ങനെ മാസം തൊഴാൻ പോകുന്ന ഒരു മൂസത് ഈ നാട്ടിലുണ്ടായിരുന്നു. ആ മൂസതിൻ്റെ ഭവന വരുന്ന സ്ഥലമാണ് ക്ഷേത്രത്തിൻ്റെ കൊട്ടാരം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം. ആ മൂസത് അവിടെ ചെല്ലുമ്പോൾ കരിമലക്കോട്ട് മൂസത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ മ്ലാനരായിരിക്കുന്ന അവിടുത്തെ ഊരാളന്മാരെ കണ്ടപ്പോൾ അദ്ദേഹം കാര്യങ്ങൾ അന്വേഷിച്ചു. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടി അഭിപ്രായം അനുസരിച്ചാണ് ആ നാട്ടിലെ ആ ഇല്ലക്കാരുടെ ദേശവഴികൾ, അവരുടെ വസ്തുവകൾ ഉണ്ടായിരുന്ന ഈ നാട്ടിലേക്ക്, മുളക്കുളത്തേക്ക് പോരാൻ അവർ തീരുമാനിച്ചത്. അങ്ങനെ അവർ തീരുമാനിച്ച് ഭഗവാൻ വരുമെന്ന പ്രതീക്ഷയിൽ 41 ദിവസം ഇവിടെ അവർ വ്രതം എടുത്ത് കാത്തിരുന്നു. പക്ഷേ അന്നത്തെ യാത്രാ തടസ്സം എന്തുകൊണ്ടോ 41ാം ദിവസവും ഭഗവാൻ എത്താൻ കഴിഞ്ഞില്ല. പക്ഷേ അന്നേരം അവർ തീരുമാനിച്ചു 41 ദിവസമായിട്ടും എത്താത്ത സ്ഥിതിക്ക് ഈ ഭഗവാൻ നമ്മളെ വേണ്ടായിരിക്കും, അതായിരിക്കും വരാത്തതെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് ഈ ഭഗവാനുമായിട്ട് ഞങ്ങൾക്ക് ബന്ധമില്ല എന്നവരൊരു സത്യം ചെയ്തു. തൊട്ടടുത്ത ദിവസം ഭഗവാൻ ഇവിടെ എത്തുകയും ചെയ്തു. അപ്പോൾ അവരങ്ങനെ ആകെ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചപ്പോൾ മൂസത് പറഞ്ഞു, സാരമില്ല, എൻ്റെ ഈ ഭവനത്തിൽ തന്നെ ഇറക്കി എഴുന്നള്ളിച്ചുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ കൊട്ടാരം ഇരിക്കുന്ന സ്ഥലത്താണ് ആദ്യം ഭഗവാനെ ഇറക്കി എഴുന്നള്ളിച്ചത്. ചതുര ശ്രീകോവിലിൽ കുടികൊള്ളുന്ന മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമിയുടെ ശ്രീകോവിലിനോട് ചേർന്ന് ഇടതുവശത്ത് അകപ്രദക്ഷിണവട്ടത്തിൽ ഗണപതി, സുബ്രഹ്മണ്യൻ, ഹനുമാൻ എന്നീ ദേവതകളും കുടികൊള്ളുന്നുണ്ട്. പുറത്തെ പ്രദക്ഷിണ വഴിക്ക് പുറത്തായി തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ദർശനമായി ശിവപാർവതിമാരും അവരുടെ രൗദ്രഭാവത്തെ ശമിപ്പിക്കത്തക്ക വിധം തെക്കുകിഴക്ക് ഭാഗത്ത് അവർക്ക് അഭിമുഖമായി പടിഞ്ഞാറ് ദർശനമായി ശാസ്താവും പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്നു. ശിവപാർവതിമാർക്ക് പിന്നിൽ തെക്കു പടിഞ്ഞാറ് ഭാഗത്ത് കിഴക്ക് ദർശനമായി ഭദ്രകാളിയുടെ സാന്നിധ്യവും അതിന് വലതുഭാഗത്തായി സർപ്പ സാന്നിധ്യവുമുണ്ട്. ലക്ഷ്മണസ്വാമിയുടെ അനുഗ്രഹം തേടി ഒട്ടനവധി ഭക്തരാണ് ക്ഷേത്രത്തിലേക്ക് നാടിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തുന്നത്. ഇത് ശ്രീബലിത്തിടമ്പാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്നുള്ളതാണ്. അതിന് കാരണം പാറക്കടവ് പഞ്ചായത്തിലുള്ള, അതായത് മൂഴിക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ഭഗവാൻ ഇങ്ങോട്ട് പോന്നു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് ഇവിടെ വന്ന ആ ശ്രീബലിത്തിടമ്പാണ് ഇവിടെ പ്രതിഷ്ഠയായിട്ടുള്ളത്. ചരസ്വഭാവത്തിലുള്ള പ്രതിഷ്ഠയാണ്. ഭഗവാൻ ഇവിടെ മറ്റൊരു സ്ഥലത്തു നിന്ന് വന്നതുകൊണ്ട് തന്നെ അന്യനാട്ടുകളിൽ നിന്ന് ഇവിടെ വന്ന് ഒരുപാട് പേര് അനുഗ്രഹം വാങ്ങി പോകുന്നുണ്ട്. അതിന് പ്രധാനമായിട്ടുള്ള കാരണം ഇവിടുത്തെ ദേവൻ ചാലക്കുടിപ്പുഴയുടെ കരയിൽ നിന്നും മൂവാറ്റുപുഴയാറ്റിൻ്റെ കരയിലെത്തി ഇവിടെ സ്ഥിതി ചെയ്യുന്ന ദേവൻ അറിവും ഐശ്വര്യവും രോഗശാന്തിയും, ഇതാണ് ഈ ദേവൻ്റെ പ്രധാന നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങൾ. പരമാത്മ സ്വരൂപത്തിൽ നിന്നും ശ്രീരാമഭദ്രദേവനിൽ നിന്നും എല്ലാ അറിവുകളും ലഭിച്ചിട്ടുള്ളത്, അവിടുത്തെ 3 ഉപദേശങ്ങളും ലഭിച്ചിട്ടുള്ളത് ലക്ഷ്മണസ്വാമിക്കാണ്. അതുകൊണ്ട് തന്നെ അറിവിൻ്റെ ദേവനുമാണ്. അതോടൊപ്പം തന്നെ ഐശ്വര്യം, അതായത് ഐശ്വര്യത്തിൻ്റെ പ്രധാന കാരണം ശ്രീരാമദേവൻ്റെ സാമീപ്യം, എപ്പോഴും ഭഗവാനോട് സമീപത്തിൽ വസിച്ച ആളായതുകൊണ്ട് ഐശ്വര്യം അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അനന്തമൂർത്തി ആയതുകൊണ്ട് രോഗശാന്തിക്കും ഇവിടെ പ്രധാനമാണ്. ഇവിടെ കർക്കിടക മാസം 1-ാം തീയതി മുതൽ 32-ാം തീയതി വരെ എല്ലാ ദിവസവും ഇവിടെ വന്നെത്തുന്ന ഭക്തജനങ്ങൾക്ക് കഞ്ഞിയും കപ്പയും അല്ലെങ്കിൽ കഞ്ഞിയും പയറും എല്ലാവർക്കും അന്നദാന മണ്ഡപത്തിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെ സംഭരിച്ചിട്ടുണ്ട്. ഭക്തജനങ്ങളുടെ സഹായത്തോടെയും ക്ഷേത്രോപദേശക സമിതിയുടെ സഹകരണത്തോടും കൂടിയാണ് ഇത് നിൽക്കുന്നത്.
ലക്ഷ്മണസ്വാമിയുടെ അനുഗ്രഹം നേടി ഇനി ശത്രുഘ്നസ്വാമിയുടെ ദർശനത്തിനായുള്ള യാത്രയിലാണ്. എറണാകുളത്തെ 4 അമ്പലങ്ങളിലൂടെയുള്ള പുണ്യയാത്ര തുടരും. മുളക്കുളം ശ്രീ ലക്ഷ്മണസ്വാമി ക്ഷേത്ര സന്നിധിയിൽ നിന്നും ക്യാമറമാൻ സന്തോഷ് തിരുമലയ്ക്കൊപ്പം മിഥുൻ മുരളി. 14 വർഷത്തെ വനവാസം അവസാനിക്കും മുമ്പ് രാമനെ അയോധ്യയിലേക്ക് തിരികെ കൊണ്ടുപോകാനുള്ള തൻ്റെ ശ്രമങ്ങൾ ഭരതൻ ഉപേക്ഷിച്ചു. കടുത്ത നിരാശയോടെയാണെങ്കിലും 14 വർഷത്തെ വനവാസത്തിന് ശേഷം മടങ്ങി വരാമെന്നും രാജഭരണം ഏറ്റെടുക്കാമെന്നും രാമനിൽ നിന്ന് വാഗ്ദാനം ലഭിച്ച ഭരതൻ അയോധ്യയിലേക്ക് മടങ്ങി. വനവാസത്തിന് ശേഷം തിരിച്ചെത്തിയില്ലെങ്കിൽ ജീവത്യാഗം ചെയ്യുമെന്ന് രാമനോട് പ്രതിജ്ഞയും ചെയ്തു. നാളെ വീണ്ടും കാണാം. നമസ്തേ.